ഇനി നമുക്ക് കൊണ്ടാട്ടമുളക് വെച്ചിട്ട് ഒരു അടിപൊളി മോരുകറി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പായാണ് എടുത്തിട്ടുള്ളത്. പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ചെറിയൊരു കഷ്ണം ഇഞ്ചും 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പപ്പായ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ ജീരകം, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായയിലോട്ട് ഒഴിച്ചെടുക്കാം. അരപ്പ് ഒന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് കട്ട തൈരാണ് ഒഴിച്ചെടുക്കുന്നത്. കുറച്ച് കട്ട തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് കടുക്, കുറച്ച് ചുവന്നുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലോട്ട് വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റായ വറ്റൽമുളക് ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി കൊണ്ടാട്ടമുളക് മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെള്ളരിക്ക് വെച്ചിട്ടും തയ്യാറാക്കാം. ഞാനിവിടെ പപ്പായ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്.